ഇവനെ വളർത്തി വലുതാക്കി പോത്തുപോലെ വളർന്ന് ഇവനെയൊക്കെ കൊണ്ട് 5 പൈസയുടെ പ്രയോജനം ഉണ്ടാ. എന്ത് കഷ്ടപ്പെട്ട് ഞാൻ ഇവനെയൊക്കെ വളർത്തിയത്. ഒരു ജോലി കുനിഞ്ഞ് ഒരു കുപ്പ എടുക്കൂല. മനുഷ്യനും നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല, വീട്ടുകാർക്ക് ഒരു പ്രയോജനമില്ല. കുറെ ചോറി പയ്യന്മാരുണ്ട്, അവന്മാരൊക്കെ ആയിട്ട് കമ്പനി അടിച്ച് കറങ്ങി നടക്കുക, തിന്നുക, തൂറുക. യവനെ വളർത്തിയ നേരം 5 മൂട് വാഴ വെച്ചെങ്കിലും മതിയായിരുന്നു. വാഴ വെച്ചിട്ട് എന്തൊരു പ്രയോജനം? ഇതിന് വളം വെച്ചിട്ട് 5 പൈസയുടെ പ്രയോജനമില്ല. മണ്ടരി പിടിച്ച് ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വേറെ വല്ലതിനും വളം വെച്ചിരുന്നെങ്കിൽ അതിനു മുമ്പേ നമുക്ക് കുറെ പൈസ എങ്കിലും കിട്ടും. മനുഷ്യ, എന്നും നിന്റെ മക്കള് ജോലി ചെയ്യാത്തോണ്ട് നീ എന്നെ വന്ന് ഇന്ന് വഴക്ക് പറഞ്ഞല്ലേ? അല്ല, ഞാൻ വയസ്സായി നിൽക്കുന്ന ആൾക്കറിയാമോ എത്ര കന്ന് ഞാൻ തന്ന്, എന്റെ എത്ര കൊല മുറിച്ചെടുത്ത്, എന്നിട്ട് വീണ്ടും കുറ്റം എന്റെ പണ്ടല്ലടാ. ഈ ഇടയ്ക്ക് നീ കുറ്റം പറഞ്ഞ് ഓടി വന്ന് എന്റെ മാലപ്പിണ്ടി വെട്ടിക്കൊണ്ടുപോയി നീ തോരൻ വെച്ച് നിന്ന്. പിന്നെ ഇവിടെ ഓണത്തിനും ക്രിസ്മസിനും കല്യാണത്തിനും എല്ലാത്തിനും എന്റെ ഇല കൊള്ളാല്ലേ തേച്ച് മണിക്ക് എല്ലാവർക്കും. എടാ, ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ, സ്വന്തം മക്കൾ കുറ്റം ഉണ്ടെങ്കിലും വാഴയെ പിടിച്ചോണം, വാഴ വെക്കണം, മരവാഴ. ഇത് നമ്മളെന്താ മരിഞ്ഞു കിടക്കാം നിന്റെ കൊണ്ട്? അന്തസ്സായിട്ട് നമ്മൾ നിനക്കൊക്കെ കൊലച്ച് എന്റെ കൊല നിനക്ക് കൊള്ളാം ഇല്ലേ? തിന്നാ വെട്ടി തിന്നാ. എടാ മണ്ടനായ തോട്ടക്കാരാ, നീയൊക്കെ കൊണ്ടുവരുന്ന അഴുക്ക വളം. പണ്ട് നമുക്ക് ചാണകമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നീയൊക്കെ കൊണ്ടുവരുന്ന അഴുക്ക വളം ഇട്ട് നമ്മളൊക്കെ ചൊറിയും പിടിച്ച് ഇപ്പൊ കായ്ക്കാൻ പറ്റണില്ല. എന്നിട്ട് നിന്റെ കുറ്റവും കൂടെ നമ്മൾ കേൾക്കണോടാ പെണ്ടി. ഇനി മേലാൽ നീ കുറ്റം പറയുമോ? സംസാരിക്കാൻ തുടങ്ങിയ കുറ്റം പറയുവോടാ. വാഴകളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ, എല്ലാ വാഴകളും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ എല്ലാം കൂടി എന്നെ അടിച്ചു കൊല്ലുമല്ലോ. ഞാൻ എന്തുമാത്രം ചീത്ത വിളിച്ചിട്ടുണ്ട്, ഈ വാഴയുടെ മൂട്ടിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അയ്യോ.